ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഒരു തരി നീങ്ങി. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എത്ര ദിവസമായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരിക്കും. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര ടെൻഷൻ. കാരണം എനിക്ക് നമ്മൾ സ്ഥിരം ഇട്ടിട്ട് പിന്നെ ഇടാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ ജീവിക്കാനുള്ള മാർഗത്തിനുള്ള നെട്ടോട്ടത്തിന് പറഞ്ഞാൽ ആ മാതിരി നെട്ടോട്ടമായിരുന്നു കേട്ടോ. ഓടി ഓടി ക്ഷീണിച്ചിട്ട് ഇപ്പം എത്തി, കുളിച്ചു, ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് ഈ യാത്രയിലെ ഏറ്റവും പ്രശ്നം ഞങ്ങൾക്ക് ഫുഡില്ലായ്മയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രശ്നം. ഉണ്ണോൾക്കൊക്കെ എന്തെങ്കിലും ജസ്റ്റ് ബർഗറോ കാര്യങ്ങളൊക്കെ മേടിച്ചു, നമുക്ക് എല്ലാവരും കൂടി മേടിച്ചതിനു സംഖ്യ. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുറച്ച് പിന്നാലെ നിൽക്കും. മക്കള് ഓക്കെ പറ്റില്ല, നമ്മുടെ ചോറും പറ്റില്ല. പക്ഷെ ഇതിപ്പോൾ വന്നു. പക്ഷെ ഇപ്പോൾ വന്നതിന് അടുത്തുള്ള ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് കഴിക്കിട്ട് നമുക്ക് വെച്ചുണ്ടാക്കി തിന്നാനുള്ള നേരമൊന്നുമില്ല. ഇപ്പം എത്തിയിട്ടുള്ളൂ. എത്തി ശേഷം അരി അടപ്പത്തിട്ട് കുളിക്കാൻ കയറി വന്നു. ഞാൻ കൊടുന്ന ഭക്ഷണം കഴിച്ചു. ഇപ്പം വീടെടുക്കാൻ ഇനി രാത്രിക്ക് ഫുഡ് വേണ്ടിയെന്ന് തോന്നുന്നത്. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടില്ല. വെച്ചേക്കുന്നുണ്ട്. മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ടാകും, വെച്ച് വെക്കും. ആവശ്യമുള്ള ഗുണം ആവശ്യം എന്ന് വെച്ചാൽ ഫുഡ് തിന്നാണ്ട് തിന്നപ്പോൾ ഛർദ്ദിക്കാൻ വരിക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറേ ദിവസമായിട്ട് കഴിക്കാണ്ട് ഫുഡ് കഴിക്കാണ്ട്. പക്ഷെ എന്തൊക്കെ എന്താണോ എല്ലാം ദൈവത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കും. ദൈവത്തിൻ്റെ നിയോഗം പോലെ തന്നെയായിരിക്കും, ദൈവം വിചാരിച്ച പോലെ തന്നെയായിരിക്കും എല്ലാവരും നമ്മുടെ ലൈഫിൽ നടക്കുക. കെട്ടിത്തിരിച്ചിലുണ്ടാവും. അതൊന്നും സാരില്ല. അതൊക്കെ അന്വേട്ടന് ഭയങ്കര ടെൻഷനാണ്. അന്വേട്ടൻ ഫുള്ള് യാത്രകൾ മൂകതന്നെയായിരുന്നു. പക്ഷെ നമ്മൾ മൂകത വെച്ചിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റ കുറേ സമയം പിടിക്കും. നമ്മൾ തുടങ്ങിയ വയസ്സിൽ നമുക്ക് എല്ലാതും എത്തിപ്പെടാൻ നമ്മൾ അതിൻ്റെ എത്രയും മാത്രം കാശുകാരല്ല, അത്രയും കയ്യിൽ ക്യാഷ് ഇട്ടില്ല നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് വേണം. അപ്പോൾ തുച്ഛമായ ഒരു എമൗണ്ട്, തുച്ഛം എന്ന് പറയാൻ പറ്റില്ല, അത്രയും എമൗണ്ടോടാണ് നമ്മളൊരു ബിസിനസ് ഇറങ്ങുന്നത്. ചിലവരെ സംബന്ധിച്ച് തുച്ഛമായൊരു കാശ് കൊണ്ടാണ് നമ്മളൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10,000 കണക്കിന് കടക്കേറി ഇറങ്ങുന്നോടത്ത് എൻ്റെ കാല് പൊന്നറിയാം. അമ്മയുടെ കാല് ഗർഭിണിയുള്ള കാലം എന്ന് വെച്ചാൽ ഗർഭകാലത്ത് കാലം നീര് വരും. അതേപോലെ കാലൊക്കെ നീര് വന്നിട്ട് ഇരിക്കുക. യൂറിൻ ഇൻഫെക്ഷൻ എന്താ വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിച്ചാൽ നമുക്ക് മൂത്രയ്ക്കാൻ സ്ഥലമില്ല. നമ്മുടെ ഈ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂത്രയ്ക്കാൻ നല്ലൊരു ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ പമ്പിൻ്റെ അടുത്ത ബാത്റൂമോ നോക്കാൻ വയ്യ. പിന്നെ പമ്പിലൊക്കെ കയറിയാൽ ഇപ്പം എല്ലാ സ്ഥലത്തും എവിടെ വെടുപ്പല്ല, എല്ലാവരും അല്ല, എവിടെയും വെടുപ്പല്ല. കാരണം അതും പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ആരില്ലാത്തൊരു ഏരിയയിലെ കൊണ്ട് കാറിട്ടിട്ട് 2 ഡോറും തുറന്ന് വെച്ചിട്ട് അതിന് അച്ഛനോട് ഒരു മുണ്ട് വിട്ട് ഇങ്ങനെ പിടിച്ചോളം പറയാൻ കൊണ്ട് തിരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്ര ദിവസത്തെ കാര്യങ്ങൾ. അപ്പൊ ദൈവദിശ്ചയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾ ഒട്ടും നടക്കില്ല, ഒട്ടും ഇപ്പം ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം ലൈഫിൽ നടന്ന് വേറെ ഒന്നല്ല. എല്ലാവർക്കും അറിയാം. പൊന്നു ശരി മണാലി പോകുമ്പോഴുള്ള ഒരു വീഡിയോ കാണാതെ ഞാൻ ജസ്റ്റ് അന്നത്തെ കുടിക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ദൈവം അവിടെ ഇരുന്ന് കണ്ടത് തന്നെയാണ്. ആ ദൈവം എന്നോട് പറഞ്ഞു. പിന്നെ ഇവര് പറയുമ്പോ പൊന്നേച്ചി കയറിയിട്ട്, കുഞ്ഞൻ കയറിയിട്ട്, അമ്മ കയറിയിട്ട്, അച്ഛൻ കയറിയിട്ട്, കാർത്തു കയറി, ഷെബി കയറി. അപ്പൊ ഇവര് 2 ആൾ മാത്രമല്ല ഫ്ലൈറ്റിൽ കയറാത്തവർ. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമം. ദുബായാണ് എന്നും പറയാം. പക്ഷെ നമുക്ക് നമ്മളല്ലേ, നമ്മൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കൂരം. അപ്പം ഞങ്ങൾ വലിയൊരു കുന്നോളം ആഗ്രഹിച്ച ദുബായ്. പക്ഷെ എന്നാലും കുന്നിക്കൂരോളം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫിൽ പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയൊരു കാര്യം കേട്ടോ. വലിയൊരു ഒറ്റ ട്രിപ്പിന് പോയിക്കൊടുക്കൽ തുടങ്ങി 4 ഫ്ലൈറ്റ് കയറി. അത് ഭയങ്കര അതിൻ്റെ ഒരു ചെറിയ വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ലൈഫിലുണ്ടായ ആ ഒരു സംബന്ധം ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ എന്നല്ലെങ്കിൽ നാളെ പോകും. പക്ഷെ അത് ഇതിൽ കെടുക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അവർ വലുതായി അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് ആ ടിക്കറ്റ് കളയരുത്. കളയില്ല, അതിനിടെ കളയില്ല. അത് എടുത്തേക്കുന്നത് അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് 1995 ചാരായം നിർത്തിയത്. എന്റെ അച്ഛന്റെ ജോലിയാണ് ഏപ്രിൽ 1 അന്ന് പോവാൻ വേണ്ടി പാസ്പോർട്ട് വെക്കാൻ മേടിച്ച ബാഗ് ഇപ്പോഴും എന്റെ കയ്യിൽ കേടില്ലാതിരിക്കുന്നു. പാസ്പോർട്ട് വെക്കാൻ മാത്രം വേറെ ഒന്നുമില്ല. അത് കുന്നോളത്ത് അബ്രാം കടയിൽ നിന്ന് മേടിച്ചു. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങല്ല, ഒരു ചെറിയൊരു ബാഗ് പാസ്പോർട്ട് വെക്കാൻ
അല്ല ഗൾഫാരുണ്ടോ? ഇപ്പൊ പാസ്പോർട്ട് വെക്കാന്നുള്ള പേര് തന്നെയല്ലേ, ബാക്കിയൊക്കെ ഫോണില, ടിക്കറ്റ് അടക്കം ഫോണിലാണ്. ഫോണിലാണല്ലോ എന്റെ ഫോണിലൊന്നും ടിക്കറ്റ് വരുന്നില്ല. ഫോൺ ഇന്നത്തെ ജനറേഷൻ ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളെന്ന് വെച്ചാൽ അതാ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ ആ ഒരു കുണുക്കനെ ആദ്യമായിട്ട് ലൈഫിൽ ആ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റയിലും ഞാൻ ഇട്ടേക്കണം, യൂട്യൂബിലിടണം. എന്ന് വെച്ചാൽ അത് എന്നും ഒരിക്കൽ നാളെ ഒരിക്കൽ അത് കാണുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് അവരത് പോയി കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവം അതാണ്, നിങ്ങളുടെ മാതാവിന്റെ അനുഗ്രഹം തന്നെയാണ്. ഞങ്ങള് ഫ്ലൈറ്റ് ഒരിക്കലും ഞാൻ ഇനി എനിക്കൊക്കെ ഫ്ലൈറ്റ് കയറാൻ പറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അതായത് ആദ്യം എന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദുബായിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് പോകുന്ന ശേഷം ഞാൻ എമറൻസിലാട്ടോ ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയതും വന്നതും. എമറൻസ് പോകുന്ന ശേഷം ദൈവം ഇനി ദുബായിലും മണ്ണിക്ക് കാര്യം കുത്തണം, അത് എൻ്റെ മക്കളെയും കൊണ്ടായിരിക്കണം, എനിക്കത് വരണം. അത് അടുത്ത കൊല്ലം ഞാൻ എൻ്റെ മക്കളെ പിന്നത്തെ കൊല്ലം ചേട്ടൻ എൻ്റെ മക്കളെ ഇനി കൊണ്ട് വീണ്ടും ദുബായി കൊണ്ട് ആ ഒരു ഭാഗ്യം ഞങ്ങളുടെ ലൈഫിൽ ചേട്ടനായിട്ടുണ്ട്. പക്ഷെ കുടുക്കനെ ഉണക്കിക്കാതുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. മാതാവിൻ്റെ മാതാവ് സാധിച്ചു തന്നാലും ഇന്നാലും ഞങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്, അതില്ലാന്ന് പറഞ്ഞുകൂടാ. അല്ല, നമുക്ക് യാത്രകളൊക്കെ ഒന്നിച്ചായിരുന്നോലും എല്ലാ യാത്രകളും ആ യാത്രയില് അത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ചെറിയ വിഷമല്ല, അഞ്ചേട്ടൻ കരഞ്ഞു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാനും കരഞ്ഞു, അഞ്ചേട്ടനും കരഞ്ഞു. വേറെ ഒന്നില്ല, എൻ്റെ മോളില്ലാത്ത സമയം കരഞ്ഞു. ഒരിക്കൽ പോവുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കുഞ്ഞില്ലാത്തതിൻ്റെ ഭയങ്കര ഒരു മുഖതി വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല, യാത്രകൾ ആഗ്രഹിച്ചിരുന്ന ഒരാൾ, അവൾക്ക് ഇഷ്ടമായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ. പക്ഷെ അത് നടക്കും, അവളുടെ ലൈഫിലെല്ലാം നടക്കട്ടെ, എല്ലാ ഭാഗ്യങ്ങളും അവൾക്ക് ഉണ്ടാവട്ടെ. അത്രയും നമുക്ക് പഴുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളെ ഫ്ലൈറ്റിൽ ഏതായാലും നിങ്ങൾ വിളിക്കണ മാതാവും നിങ്ങളുടെ മാതാവും. പക്ഷേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെ പറ്റിയിട്ടൊന്നും നിങ്ങളുടെ മോള് പറയണില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ എന്തിനാ കുഞ്ഞെന്ന്. അതെൻ്റെ അവകാശമല്ലേ. ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ അവർക്ക് ആ കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അവകാശമാണ്. പറയണത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ചേട്ടാ. ഞാൻ മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ ഒരാളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ പ്രസവിച്ചതാണ് കുഞ്ഞെന്നൊരു വ്യക്തിയെ ഞാൻ എൻ്റെ മരണം വരെ കുഞ്ഞെന്ന് പറയും. അതിൽ ഞാനൊക്കെ ഈ ലോകം എന്തൊക്കെ തിരിഞ്ഞു നിന്നാലും ഞാൻ സംസാരിക്കും. അവളെ ഓർക്കാത്തൊരു നിമിഷമോ അവളെ ചിന്തിക്കാത്തൊരു നിമിഷമോ ഞങ്ങളുടെ ലൈഫിൽ. പക്ഷെ നമുക്ക് നമ്മുടെ ഇപ്പോൾ യാത്ര പോയത് ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ലട്ടോ. അതെൻ്റെ മക്കൾ ഫ്ലൈറ്റിൽ വരുന്നില്ല. പക്ഷെ ആ പോയിട്ട് പണി എന്ന് പറഞ്ഞാൽ പട്ടി പണിക്കാണ് ഞങ്ങൾ പോയത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട്. ഒരു നാടല്ല, ഒരുപാട് നാടുകളിലേക്ക് ഞങ്ങൾ ഇതേ പോയി. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെ എത്തി, എത്രയൊക്കെ കിലോമീറ്റർ താണ്ടിയെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്കല്ല. അത്രയും കിലോമീറ്റർ താണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. 90% കാര്യങ്ങൾ അടുത്തടുത്ത് വന്നു. എന്നാലും ഇനി കുറച്ചും കൂടി അടുക്കാണ്ടിട്ട് അടുക്കും. ഞാൻ പറഞ്ഞ നമ്മളെ വിളിക്കുന്ന മാതാവ് കുറച്ച് ചിറ്റിപ്പിക്കും. അതെന്താ വെച്ചാൽ ദൃഷ്ടിയുടെ ദോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമ്മുടെ ലൈഫിലുണ്ട് ആരും നന്നാവുന്നത് കണ്ടുകൂടാ, അങ്ങനെയുള്ള ഒരു ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ വരും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. അതൊക്കെ മറികടന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ നല്ലൊരു നിലയ്ക്ക് എത്തും. നല്ലൊരു നിലച്ച് കോടീശ്വരം നല്ല ഈ ഒരു ബിസിനസ്സോട് കൂടിയിട്ട് എൻ്റെ മക്കളെ നോക്കാനുള്ളൊരു ഇത് എനിക്ക് നമുക്ക് പറ്റും. നമ്മൾ പ്രതീക്ഷിക്കണം. ജീവിച്ചു പോകണം, അത്രയൊക്കെ കേട്ടോ. അല്ലാണ്ട് കുറേ കോടികൾ ആസ്തി ഉണ്ടാക്കി കൊട്ടാരമത് വേടിക്കണം. പക്ഷെ ഞാൻ അതൊക്കെ ആഗ്രഹിക്കും കേട്ടോ. പറഞ്ഞാലേ കുന്നോളം ആഗ്രഹിച്ചോളല്ലേ ദൈവം കുന്നിക്കുരോളം തരുള്ളൂ. അപ്പോൾ ആ ഒരു കുന്നിക്കുരുവിന് എനിക്ക് വേണം ഉണ്ടായി പറ്റും. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പോൾ അങ്ങനെ ലൈഫിലെ ഏറ്റവും സന്തോഷപരമായിട്ട് കാര്യം നടന്നു. അതിന് ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം ഞങ്ങളുടെ മാതാവ് തന്നെയാണ് നടത്തിയെന്ന് ഒന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. ഞാൻ അധികം സംസാരിക്കിലേക്ക് അതാണ് ഞാൻ പറയുമ്പോൾ സങ്കടം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പറയാൻ വന്ന കാര്യങ്ങൾ നമുക്ക് വരുന്ന കമൻറ്റിൻ്റെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ റേറ്റ് കൂടുതലാണല്ലോ എന്ന് കുറേ കമൻറ്റുകൾ കാണുന്നു. സത്യമാണ്, റേറ്റ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് കാരണം ഞാൻ ഈ യാത്രകളിൽ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിലത്തെ റേറ്റ് കൂടുതൽ മറ്റുള്ളവരിൽ അല്ല മറ്റുള്ളവരുടെ റേറ്റ് കുറവുള്ളൂ. അങ്ങനെ സത്യമാണ്, അതിനൊന്നും നമുക്കല്ല. പക്ഷേ ഒരു മോഡലിന് പല മെറ്റീരിയലിലും ഒരു മോഡൽ സാരികൾ ഇറങ്ങുന്നുണ്ട് ഇല്ലേ.
അജരക്ക് നാട്ടിലുള്ള പൊന്നൊക്കെ ഡ്രസ്സ് കൊടുത്തത് ഇതൊരാഗ്രഹം എന്ന് പറയും. ഞാൻ പ്രാവശ്യം സിറ്റിസണിലെ ഷോപ്പ് സിറ്റിയിലാണ്. അപ്പം ഞാൻ എന്നിട്ടൊക്കെ ബ്ലാക്ക് സാരി ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു എക്കോ പോലെ വന്നതായിരുന്നു ഒരു ഷോപ്പയിൽ. അപ്പം ഞാൻ പറഞ്ഞു കറുപ്പ് സാരി ഉള്ളത്. അപ്പം എന്നോട് എടുത്തോ നീ എടുത്തോ നിനക്ക് ഇഷ്ടമായി. കാണുമ്പോൾ വലിയ പട്ടോ അല്ല ആകെ ഒരു കുഴഞ്ഞ എടുക്കുന്നത് 5000 സംതിങ് ആയിരുന്നു ഒന്നാം സാരിയുടെ റേറ്റ്. അപ്പം ഞാൻ നീ എടുത്തു പറഞ്ഞു. ഞാനപ്പോൾ അതൊക്കെ പോയിട്ട് ഞാൻ ആരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ 2 കണ്ടോലെ കിട്ടുന്നത് പരിശീലനം നീ എടുക്കലെടുത്ത് ഞാനാകെ സത്യം പറ 1000-1500 അത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. കാരണം 1500 അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പോയപ്പോൾ എൻ്റെ കണ്ണും കൂടെ ശരിക്കും തുറച്ചു. അപ്പം അതിനായിട്ട് നീ എടുക്കുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ വില അറിയണോ എന്താണ് എൻ്റെ 5000 പറയണം എൻ്റെ അമ്മയാണ്. അപ്പം പല മോഡലും പല മെറ്റീരിയലും. അപ്പോൾ എൻ്റെ ആഗ്രഹിച്ച ഞാൻ കണ്ട സാരി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പലരും പല റേറ്റാണ്. എൻ്റെ ഒരു മനസ്സെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന സാരിയിൽ എനിക്ക് കുറേ സാരിയുടെ 250, 100, 300, 50 ഒക്കെ സാരി ഞാൻ കണ്ടു. 50 സാരി 50 സാരി കൊടുത്തേക്ക് 250 എനിക്ക് വിൽക്കാം, 300 വിൽക്കാം. എനിക്ക് ലാഭം അപ്പൊ അതിനായിട്ട് എന്നോട് പറഞ്ഞു അടുത്തൂടെ വീട്ടിൽ. അപ്പം ഞാൻ വേണ്ട ചേട്ടാ, ഒരു പ്രാവശ്യം അത് കഴുകി അത് ഉപകാരപ്പെടാണ്ട് അവനെ വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് എടുക്കുന്നത്, നല്ലത് എടുത്താൽ പോരെ. എൻ്റെ മൈൻഡ് അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സെലക്ട് ചെയ്യുമ്പോഴും അവിടുത്തെ സ്റ്റാഫ് എന്നോട് എന്താ പറഞ്ഞു, അക്ക തമിഴന്മാരായാലും അക്കയ്ക്ക് ഇഷ്ടമുള്ളത് എടുക്കല്, ഏറ്റവും പൊട്ട നോക്കിയെടുക്കുക. അക്ക ചിലപ്പോൾ അതായിരിക്കും സമൂഹത്തിന് ഇഷ്ടപ്പെടുക. ചിലപ്പോൾ അക്ക ഓക്കെ നല്ലത് പെർഫെക്റ്റ് വെച്ചിട്ടാവും. അയാളെന്നോട് പറഞ്ഞു അതിനായിട്ട് പൊന്നിനോട് കൊണ്ടേ പോയില്ലേ. അപ്പോൾ അയാൾ പറഞ്ഞ അക്ക ഓക്കെ അക്ക നല്ല കളർ സെലക്ഷൻ, അക്ക നല്ല മോഡല്, നല്ല മെറ്റീരിയൽ, അക്ക എല്ലാം തൊഴിലും പിന്നെ അമർത്തി നോക്കുന്ന മെറ്റീരിയൽ. പക്ഷേ അക്ക ചിന്തിക്കണ പോലെ അക്കന് ഇഷ്ടമായിരിക്കില്ല പുറത്തുള്ളവർക്കെന്ന്. അപ്പോൾ അക്കയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത നോക്കി ഒരു 10-15 എടുക്കുക, എന്നിട്ട് അത് വിറ്റ് പോയെന്നൊക്കെ നോക്കി. അപ്പം ഞാൻ പരീക്ഷിക്കാൻ വയ്യ, ഞാൻ പരീക്ഷിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ഞാൻ കൊണ്ടുപോകും. ഇതിലേക്ക് ഓർഡർ കിട്ടണമെങ്കിൽ വരികയാണെങ്കിൽ വീട്ടിൽ നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നാലും നമ്മൾ യഥാസ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ. ഇനി എത്തിപ്പെടാണ്ട് നമ്മൾ ഞാൻ വിചാരിച്ച സാരിയുടെ ഒരു കണ്ടന്റിലേക്ക് എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന സാരി ഞാൻ ഉടുക്കും, എനിക്കത് ഇഷ്ടമാണ്. അത് നമ്മൾ സെലിബ്രേറ്റ് കൊടുത്ത് പോകുമ്പോൾ അത് റിച്ച് ലുക്കാണ്, അത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു സാരി ഞാൻ എടുക്കാറുള്ളൂ. അത് എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അത് ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. എൻ്റെ മൈൻഡ് എൻ്റെ ലൈഫിലേക്ക് അതാണ്. നമ്മൾ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാനല്ലേ ചിലപ്പോൾ ഞാൻ 100 തുണി ചുരിദാർ അടിച്ചാൽ അല്ലെങ്കിൽ 100 കോട്ടൻ്റെ മെറ്റീരിയൽ ഇട്ടാൽ പോവുക. അന്നേരം മറ്റുള്ളവരും ഒരു സബരിക്കുമ്പോൾ അതിനൊരു ലുക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അതല്ലേ നമുക്ക് അറിയാം, എനിക്കറിയാം. നമ്മൾ സഭയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് എന്താണ് എനിക്ക് സ്വയം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ പോവാറ്. ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ സ്റ്റാൻഡ് ഞാൻ അവിടെ കീപ്പ് ചെയ്യാറുണ്ട്. അത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെയാണ്. പക്ഷെ നമുക്ക് എൻ്റെ രുചിയായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല. പക്ഷെ ഞാൻ എടുത്തത് എന്താണെന്നൊരു ഡെയിലി ജോലിക്ക് പോകുന്ന ഒരുപാട് ടീച്ചർമാർ എന്നെ വിളിച്ചു. അവർക്ക് കോട്ടൺ സാരി വേണം, ഒരുപാട് റേറ്റിൻ്റെ വേണം. അപ്പോൾ പക്ഷേ അവർക്ക് കോട്ടൺ സാരി ഭയങ്കര പടപ്പടപ്പുള്ള കോട്ടൺ സാരിയൊക്കെ ഉണ്ട് കേട്ടോ. 250 റേഞ്ച് 500 ഉള്ളൂ. ഇങ്ങനെ ഒരു 300-400 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വിൽക്കാനും പറ്റും നമുക്ക്. പക്ഷെ അത് നിങ്ങൾ കഴുകി അയൺ ചെയ്യണമെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇന്നത്തെ ഈ തിരക്ക് വെട്ട ജീവിതത്തിനുള്ള നമ്മളത് തേക്കാനും ഇസ്തിരി ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വേണ്ട, അത് ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ, എളുപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് കോട്ടൺ അങ്ങനത്തേനൊക്കെയാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളും അതിൻ്റെ റേറ്റ് ഉണ്ട്. അതെനിക്ക് ആരും വെറുതെ തരുന്നില്ല, എന്താ ചെയ്യുക, തരുമെന്ന് ചോദിച്ചാൽ വെറുതെ തരുന്നില്ല, അതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ലാഭം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് തരുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചപ്പം ഒരു കമൻറ്റ് തന്നിട്ട് നിങ്ങളെ ഞങ്ങളെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരെ ഒരിക്കൽ ഞാൻ വിളിച്ചിട്ട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരത് തന്നില്ല, പിന്നെ എന്തിനാ അവരെ ഞാൻ സഹായിക്കണേന്നാണ് കമൻറ്റ് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, എൻ്റെ നമ്പർ പബ്ലിക്കിന് മുന്നിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്.
എൻ്റെ ഫോണിൽ അടിച്ചാൽ ഞാൻ തന്നെയാണ് അങ്ങനെ എത്ര യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നൊരു വ്യക്തി എൻ്റെ നമ്പർ എല്ലാവരിലേക്കും കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കുമ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവരോട് മാന്യമര്യാദയായിട്ട് സംസാരിക്കുന്നുണ്ട്. മോശമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു 4 വർഷമായിട്ട് എൻ്റെ നമ്പർ പബ്ലിക്കിൽ മുന്നിൽ കിടക്കുന്നതാണ്. അതിന് 4 വർഷമായിട്ട് എന്നെ ഒരുപാട് വിളിച്ചിട്ട് രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയ്ക്ക് ഭക്ഷണം പോലും വെക്കാണ്ട് വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചെടുക്കാനുണ്ട്. ഇവിടെ നിന്ന് എന്താണ് കാനഡയിൽ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് ഉച്ചയാവും ഞാൻ അവർ ഭക്ഷണം വെച്ചിട്ടല്ല അപ്പം അമ്മാനായിട്ടാണ് ഫുഡ് വെക്കണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിച്ചിരിക്കുക. അതുകൊണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഒട്ടും തരുന്നില്ലേലും ഞാൻ ബിസിയാനായിട്ട് ഞാൻ സ്ഥലത്താനായിട്ട് പിന്നെ വിളിക്കും. അപ്പോഴും മാന്യത വിട്ടിട്ട് ഞാൻ എന്തായാലും ഒരാളോട് സംസാരിക്കും. കാരണം എത്ര യൂട്യൂബേഴ്സ് ചെയ്യണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോൺ കോളുകളൊക്കെ ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ നമുക്കൊരു ഇതാണ് കാശ് ചോദിച്ചിട്ട് കാശ് അതാണ് കണക്കാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് നമ്മളോട് ചേച്ചി എനിക്ക് ഫീസ് കൊടുക്കാനാണ് കോളേജിൽ, ചേച്ചിക്ക് കാശ് അയച്ചത്, എൻ്റെ അമ്മ വയ്യാണ്ടിരിക്കണം. അപ്പം ഞാൻ അവരോട് ആ കുട്ടിയോട് സ്കൂളിലെ ടീച്ചറുടെ നമ്പർ താഴെ ഞാൻ ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എന്താ വേണ്ടെങ്കിൽ എന്നോട് പറ്റുന്നൊരു സഹായം ഞാൻ ചെയ്യാം. അത് പറ്റില്ല, ആ കുട്ടിക്ക് തന്നെ ഞാൻ അയച്ചു തുടങ്ങും. ആ കുട്ടി ആ കാശ് ട്യൂഷനാണോ പഠിക്കാൻ ഫീസാണോ കൊണ്ടുകൊടുക്കുന്നത് എനിക്കിങ്ങനെ അറിയാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഓരോന്ന് മേടിക്കാനും പിടിക്കാനും ഒക്കെ കാശ് ഒരുപാട് ആവശ്യം വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് അച്ഛനെ അമ്മ കൊല്ലടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണത്തിലേക്ക് ഒരാളെ വിശപ്പിനെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ എൻ്റെ ഒരു കസിൻ എക്സലിന് പറ്റിയിട്ടിരിക്കുകയാണ് ചേച്ചി, അവരെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കാശാക്കണം അവരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കാലിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ പ്രൂഫുകളും തായോ, നിങ്ങൾക്ക് ആ കുട്ടി പയ്യനൊരു ഡോക്ടർമാരുടെ നിങ്ങളുടെ ആ കുട്ടിയോ കുട്ടിയുടെ അമ്മയോ സംസാരിക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങൾ തായോ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് പറ്റുന്ന ഒരു തുക ഞാൻ തരുന്ന തുക കൊണ്ട് നിങ്ങൾക്ക് ചികിത്സ മുഴുവൻ കഴിയാൻ പറ്റില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളുള്ള ഒരു വ്യക്തി. എന്നാലും എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ എന്നോട് പറ്റും. നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ മറിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തരുന്നതാണ്. അത് പറ്റില്ല. അവർ അയ്യോ ഞങ്ങൾക്ക് അത് നാണക്കേടാണ്, ഞങ്ങൾക്ക് ആൾക്കാരുടെ മുന്നിൽ അതിനെ കാശ് അയക്കുന്നതൊന്നും മോശമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അവരെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഒരുപാട് സിനിമ നടന്മാരുടെ കാര്യം അവരുടെ കൂടെ നല്ല ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് അവർ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്ക് സാറിന് പഠിക്കാനുള്ള കാശ് 3 മാസമായിട്ട് വീടിൻ്റെ റെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കാശ് വേണമെന്ന്. നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സമ്മർദ്ദം 10-30,000 രൂപ മാസം ലോൺ തന്നെ അടച്ചു 30-40 അടുത്ത് ലോൺ തന്നെ അടച്ചുണ്ടാക്കാറുണ്ട്. ഒരുപാട് ലോണുകളും കാര്യങ്ങളായിട്ട് തന്നെയാണ് നമ്മളോട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ ചിലവ്, നമ്മുടെ ഉണ്ണുകളുടെ ഫീസും, ഉണ്ണുകൾക്ക് ട്യൂഷൻ ഫീസ് തന്നെ പറയാൻ കുടുക്കിന് 6,000 ട്യൂഷൻ ഫീസ് തന്നെ നമ്മൾ കൊടുക്കുന്നത്. എന്താ വെച്ചാൽ അവർ പഠിക്കട്ടെ, അവർ ഇംഗ്ലീഷൊക്കെ പഠിച്ചൊന്ന് സെറ്റാണ്, അവർ നന്നായി പഠിക്കട്ടെ. എനിക്ക് പഠിപ്പിക്കാൻ ഇംഗ്ലീഷൊന്നും അറിയാത്തതുകൊണ്ട് അവർ പഠിക്കട്ടെ വെച്ചിട്ടാണ് ഞാൻ അത്രയും ഫീസ് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അവരെ ഞാൻ ചേർത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഒരു ദിവസം എത്രയോ ആൾക്കാർ കാശിന് സഹായിക്കുന്നു. അവരുടെ കാര്യം അങ്ങനെ നോക്കണത്, നമ്മുടെ കാര്യം എന്തെങ്കിലും കുറച്ച് പിന്നാക്കം വെച്ചാലും വേണ്ടില്ല, അവര് നന്നാവട്ടെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. ഇപ്പം എന്നെ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയം പോയി ഞാൻ വേണ്ട പിന്നെ ഇപ്പം പോകാറായിട്ട് കുറച്ചായി ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ കാര്യം കുറച്ച് അങ്ങനെ വെച്ചാലും മറ്റുള്ള കാര്യം നടക്കണോടത്തോളം നടക്കട്ടെ. നമ്മൾ കാണുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ശരിയാണ്, സത്യമാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ ഇവർക്കിപ്പോൾ എന്തിൻ്റെ കുറവ് വരെ ഡ്രസ്സും കാര്യങ്ങളും കണ്ടിട്ട് സത്യമാണ് സത്യമാണ്. പക്ഷെ ഞങ്ങള് ട്രെൻഡ്സിലും എവിടെയൊക്കെ ഓഫറുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒക്കെ പകുതി വിലക്ക് കിട്ടി. ഒന്നാമത് അവിടെയൊക്കെ 999, 450, 550 ഒക്കെയാണ് ഡ്രസ്സ്. അതിന് 70% കുടുക്കിന് ചെരുപ്പ് അടിച്ചത്, കുടുക്കി ചെരുപ്പ് അടിച്ചാലും കുടുക്കിട്ടുള്ള ബനിയനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 120-150 ബനിയന്, പിന്നെ 400-500 ആ ഒരു ഡ്രസ്സുകൾ എടുത്തത്. പക്ഷെ അതും 70% ഡിസ്കൗണ്ട്. അതും പറയുമ്പോടെ ഞങ്ങൾ 500 രൂപയുടെ 595 രൂപയുടെ സാധനം അത് തന്നെ 70% ഓഫർ ഉണ്ട്. അങ്ങനെയാണ് അന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഇട്ടത് ഓഫറിലുള്ള ഡ്രസ്സ്. എല്ലാവരും ഞാൻ റിട്ടേൺ വരുമ്പോൾ ഇട്ട ഡ്രസ്സ് ഒക്കെ ഞങ്ങൾക്ക് ഹൈലൈറ്റ് പറഞ്ഞ ഓഫറിന്ന് എടുത്തതാട്ടോ. അന്ന് അവിടെ എല്ലാ ഷോപ്പിലും ഭയങ്കര ഓഫറായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ അറിയാം ഭയങ്കര ഓഫറായിരുന്നു. ആ ഓഫറിന്ന് ഞാൻ എടുത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ നീറ്റായിട്ട് പോകണമെങ്കിൽ ആകെ ഇപ്പോൾ 2-3 ചുരിദാറാക്കി പുറത്തേക്ക് ഇട്ട് പോകാനുള്ളതാണ്. ഒരു കോട്ടനകത്ത് തയ്ച്ച് ഞാൻ ബാഗിൽ വെച്ചു.
ഇട്ട് പോയി 2 ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തു. ഇത്രയും ഞാൻ എടുത്തുള്ളൂ. വേറെ കൂടുതലും കാര്യം എനിക്ക് എന്നുണ്ട്. നമുക്കിപ്പോൾ അനേകം ഇപ്പോൾ കുറേ പഴയ ചുരിദാർ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാം. എനിക്ക് ആകെ ഞാൻ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ആകെ ഉള്ളത് എൻ്റെ പടുത്ത് കാണുക ഒരു മഞ്ഞ ഒരു ബ്ലാക്ക് ഉണ്ട്. അതിട്ടാണ് ഞാൻ എല്ലാവിടെ എത്തുന്നത്. എല്ലാം അവിടെ എത്തിക്കും. ഞാൻ ഈ മഞ്ഞയും ബ്ലാക്കും മാത്രം ഇട്ടിട്ട് മേടിക്കാട്ടാ. അതാണോ സിറ്റ് ഔട്ടിലിരുന്നിരുന്നത്? അപ്പോൾ എന്താ പറയാമെന്ന് നമ്മുടെ ആർഭാടം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതൊരു ആർഭാടമായിട്ട് ഞാൻ എല്ലാവരും മഞ്ഞപ്പന്നെ കാണുകയറിയാം കൂടുതൽ ആ മഞ്ഞ ചുതാറും ബ്ലാക്ക് മാത്രമല്ല എനിക്ക് നമുക്ക് എന്താ മക്കളെ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ ഡ്രസ്സ് തന്നെയാണല്ലോ. എനിക്ക് ചിലത് ഭയങ്കര ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടൊക്കെ ശരിയൊക്കെ ബ്ലോളായിട്ട് പിന്നെ കൊടുത്താലും അടിച്ചിട്ടാലും പിടിക്കാനൊന്നും നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഡ്രസ്സ് എടുത്ത് കണ്ടിട്ട് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട അവരിപ്പോൾ ഇതിനൊക്കെ അവർ കാശ് കണ്ടെത്തിയില്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്കൊരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ പോയത് പറ പറഞ്ഞ വൃത്തി പിടിക്കാത്ത വേറെ നാടിനെ നാട്ടിലാകെ മഴകൾ ചെളി പീലി പശുവിന്റെ ചാറും അവിടെ സ്മെല്ലൊക്കെ ഞാൻ എടുത്ത റൂമ് നല്ലതാണ്. 4 ഫ്ലൈറ്റിൽ കയറി. ആ കുട്ടിക്ക് ആ സ്ഥലം ഇഷ്ടമായില്ലേ, വൃത്തിയും കാരണം പിടിച്ചില്ല എന്നിട്ട് അവര് പറയണത്. അതാണ് ഫ്ലൈറ്റിൽ പോകണമൊക്കെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായി. അപ്പൊ നമുക്ക് പോവാം, നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് പോവാം. എല്ലാ ദൈവം അനുഗ്രഹിച്ച് നമ്മളെല്ലാം പോട്ടാ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുറച്ച് സാരികളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃപ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ സാരിയുടെ വീഡിയോയും കാര്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിലേക്കാണ് കൂടുതൽ എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പോൾ ഉള്ള കിട്ടുന്ന മെസ്സേജൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കാശിന്റെ കാര്യത്തില് അങ്ങനെ കമന്റ് ഇടണേല് യാതൊരു അർത്ഥമില്ല. ഞങ്ങള് ആരെന്നെ വെച്ചിട്ട് സഹായിക്കുക. നമുക്കുണ്ട് 100,000 എങ്ങനെ കുനിഞ്ഞു നടക്കുന്നത് നമ്മള് നിവർന്ന എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരു കയ്യിൽ കുറച്ച് കാശും കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട്. അത് നടക്കും. ദൈവത്തിലെ വിശ്വസിക്കുക, എല്ലാം നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ബാക്കി നമ്മൾ നല്ല സാരി എടുത്തുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പോയാലോ? അപ്പൊ പോയില്ല, എയർപോർട്ടിൽ പോയി കാണണ്ടേ, അത് കണ്ടിട്ട് പോയി നമുക്ക് ബായ് പറയാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് രാത്രി 12 മണി കഴിഞ്ഞിട്ട് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വന്ന് ഉറങ്ങുമ്പോൾ അങ്ങനെ 2-2:30 എണീച്ചു. ഞാൻ എല്ലാവരും കുളിച്ചു വിട്ടെ, എണ്ണ തേച്ചൊക്കെ കുളിപ്പിച്ച്. എന്താ നമ്മൾ പുറം നാട്ടിൽ പോകുമ്പോഴേ അവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്ന് അറിയാത്ത ഇവർ എണ്ണയൊക്കെ തേച്ച് രാവിലെ തന്നെ പുലർച്ചെ വിട്ടപ്പോഴത്തെ കാത്തുമ്പോൾ അറിയണ്ട കേട്ടാ. പൊന്നിനോട് എടുക്കാൻ വേണ്ട, പൊന്നു എന്തോ സാധനം എടുക്കേണ്ട അപ്പുറത്ത് പോയപ്പോൾ മൂപ്പരിനെ കെട്ടിപ്പിടിച്ചിരുന്നാട്ടാ. അങ്ങനെ ഒരു കഴിഞ്ഞ നമ്മുടെ കുണുക്കമ്മേന് ക്രീമൊക്കെ പറ്റി കൊടുക്കുന്നുണ്ട്. ബോഡിയിലും മുഖത്തൊക്കെ ഫേസിലൊക്കെ ബേബി ക്രീമാണ് കേട്ടോ അവർക്ക് തേക്കുന്നത്. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്തു. ഇവിടേക്ക് അവളുടെ കാലുമൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ കാത്തൂരും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളിലും ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്താണ് കേട്ടോ. കുണിക്ക് എങ്ങനെയാണെന്ന് വെച്ചാലോ, കുണിക്ക് കഴിഞ്ഞ് പോകുമ്പോൾ കുളിപ്പിക്കും. കുളിച്ച് കഴിഞ്ഞാൽ തോർത്ത് ഏകദേശം കിടക്കാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി വിളിക്കും. ഡ്രസ്സ് ഇടിച്ച് കഴിഞ്ഞാൽ വീണ്ടും പോയി തുടങ്ങും. അപ്പോൾ അത് വിളിക്കും കുണിക്ക് മേക്കപ്പ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോഴും കിടന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ അവളെയും ക്രീമൊക്കെ വെച്ച് അവളെയും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസിൽ ബേബി ക്രീമാണ് തേച്ച്. ഇപ്പോൾ ബേബി ക്രീം തേച്ചതിൻ്റെ മുകളിൽ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇടാമെന്ന് വെച്ച്. വേറെ ഒന്നുമല്ല, നമ്മളെന്തായാലും എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കാണാൻ ചന്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗ്ലാമർ ആയിക്കോട്ടെ. അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫേസൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരേ നിറമാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ്സ്റ്റിക് കൊണ്ടാണ് കണ്ണിൽ ഐഷേഡായിട്ട് ഞാൻ ഇട്ടത് കേട്ടോ. അത് കുറച്ച് ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് ഇട്ടു കേട്ടോ. പിന്നെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. അത് കഴിഞ്ഞ് ഒരു പൊട്ടുകൂടി കൊത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ്. എൻ്റെ കാര്യം എന്തൊക്കെയാണെന്നൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് കഴിയും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾക്ക് കുങ്കുമം ഇടണ്ടേ. ആദ്യം മുടിയൊക്കെ ഒന്ന് ഉണക്കുക കേട്ടോ. റെയറൊക്കെ വെച്ചാൽ മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം നമ്മൾ ഈ ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. മാറി വന്നതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ചിക്കും കാര്യങ്ങൾ കളയാനായിട്ട് ഈ ചിക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം കുങ്കുമം ഇടാമെന്ന് വിചാരിച്ചിട്ട് മുടി ഇരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത്
ആ ഡ്രസ്സിൻ്റെ കൈ കുറച്ച് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ മുടി ഇങ്ങനെ കെട്ടുമെന്നുള്ളതിൻ്റെ തീരുമാനമായിട്ട് മുടി ഫുള്ളെടുത്ത് കെട്ടണോ കാര്യങ്ങളൊക്കെ വേണമെന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഈ പൊന്നുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് സെറ്റിംഗ് സ്പ്രേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഫേസിൽ കുറച്ച് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുങ്കുമം ഇടാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷേ എനിക്ക് കുങ്കുമം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ യാത്രയില്ല അങ്ങനെ ഒരു മാഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചാൽ കുറച്ച് അതിൻ്റെ ഇതാണ് ലിക്വിഡാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ പൊന്നു അമ്മയ്ക്ക് നേരെ കുങ്കുമം ഇട്ടാൽ നേരെ പൊന്നു വന്നിട്ട് അപ്പോൾ അങ്ങനെ പൊന്നിനും ഒരു കുഞ്ഞിതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. എന്താ വെച്ചാൽ മോഡൽ ഡ്രസ്സാണ്. അപ്പോൾ ഒരുപാട് കുങ്കുമം വേണ്ടാന്ന് വെച്ചിട്ട് തുണ്ട് ടീച്ചറോട്ട്. അപ്പോൾ ഇത് മതിയോ എന്ന് വെച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ അനുവേട്ടന് ഞാനും കൂടിയിട്ട് വാച്ച് കേട്ടാന്ന് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനോട് വാച്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുണുക്കിനോടിക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ഒരു സന്തോഷം ഇല്ല എന്നില്ല കേട്ടോ. ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കൾ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയാണ് എയർപോർട്ടിലേക്ക് ഞങ്ങളൊക്കെ വന്നു. എയർപോർട്ടിലേക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിയിട്ട് 6 മണിയാകുമ്പോൾ എത്തിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് 2 ഫ്ലൈറ്റ് കയറാണ്ട് ബാംഗ്ലൂർ 2 മണിക്കൂറിൻ്റെ പിന്നെ അടുത്ത ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഡിലേ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഷെബിക്ക് കൊടുക്കണമൊന്നും വേണ്ടായിരുന്നു. ഞാൻ പൊന്നിൻ്റെ ഒരു സെറ്റ് ഇഡ്ഡലി പൊന്നു മേടിച്ചിരുന്ന ഒരു ഇഡ്ഡലി ഞാൻ കഴിച്ചു. കുണിക്ക് പൂരി കഴിച്ചു. എന്നിട്ട് നെറോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുണുക്ക വന്ന് കുണുക്കിന് ഷെയർ ചെയ്ത് പോയി കഴിച്ചു കേട്ടോ. വേണ്ടാന്ന് കണ്ട് കാറിലിരുന്ന് ആശാന. പിന്നെ വീണ്ടും മുപ്പര് കഴിച്ചു. അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ട് കുണിക്കുമ്പോഴൊരു സന്തോഷം കണ്ടിട്ട് ഞാൻ ഭയങ്കര സന്തോഷം കണ്ടിട്ട് കുണിക്കിട്ട് സന്തോഷം കണ്ടിട്ട് എന്താ വെച്ചാൽ അവൾ പറയണത് എന്താണെന്ന് പറയാം. അന്ന് പൊന്നേച്ചി ഇവിടുന്ന് പോകണുണ്ട്. അപ്പോൾ എനിക്ക് വിഷമമായതിൻ്റെ വരാൻ പറ്റാത്തത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ അതാണ് കേട്ടോ അവൾ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിഷമൊക്കെ മാറിയിട്ട് കുണിക്കിക്ക് ഇനി ഫ്ലൈറ്റിൽ കയറാമല്ലോ എന്നിട്ട് നമ്മുടെ കാർത്തുമ്മ 3ൻ്റെ കാര്യം എന്താ വെച്ചാൽ 3ന് ഉറക്കമില്ലാത്തവരാട്ടോ നടക്കണമെങ്കിൽ പുലർച്ചെ 2 മണിക്ക് എണിപ്പിച്ചാണ്. പിന്നെ അവർ വണ്ടിയിലായിരുന്നു ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുണുക്കി കാർത്തും പിന്നെ ഫുഡ് കഴിക്കണോടത്താണ് അവർ എണിച്ചത്. അങ്ങനെ ഞാനും ഫേസൊക്കെ സെറ്റാണല്ലോ ഒന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്യാട്ടോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നെറ്റിത്ത് കുങ്കുമം കാണാട്ടോ നിങ്ങൾക്ക്. എനിക്ക് ആ ലിക്വിഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖക്കുറവ്. അപ്പം ഞാൻ സാമീനെ തൊഴാൻ പോയപ്പോൾ ഭസ്മം ഇട്ടു. പിന്നെ അതിന് കുങ്കുമം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് സാമി റൂമിൽ അന്ന് ഇത്തിരി കുങ്കുമം എടുത്ത് സിന്ദൂരത്തിലിട്ടോട്ടെ. അത് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരി. അങ്ങനെ നമ്മുടെ കുണുക്കന്മാരും കുണിക്കുമ്പോഴൊക്കെ ഭയങ്കര ഓട്ടം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ അവിടെ തുറന്നിട്ടില്ല കേട്ടോ. നമുക്ക് കയറാനുള്ളത് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പൊന്നുവിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുണിക്കിടും സന്തോഷം കുണിക്കാണ് ശരിക്കും സന്തോഷിക്കുന്നത്. കുണിക്കാൻ നമ്മൾ കുണിക്ക് പറയാ കുണിക്കാൻ ഈ നാളത്തിലാണ് നീ എപ്പോഴും പറഞ്ഞിട്ട് കാര്യമെന്ന് പറയാം. പിന്നെ ഫുൾ മിഡിയും ഒരു ടോപ്പ് ഇടണമെന്നാണ് എൻ്റെ ലൂസ് ടോപ്പ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്നും പിന്നെ പറയും അതിനിപ്പോൾ എന്താ അമ്മയ്ക്ക് എടുത്തോട്ടെ. ഞാൻ തടിയൊക്കെ കുറയട്ടെ പിന്നെ എന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ മുകളിൽ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ കൂടി 2.5 മണിക്കൂറത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്നാണ് കേട്ടോ സമയം പോയത്. പിള്ളേരെ കാര്യം അവരൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കാര്യം കഴിഞ്ഞു. അവർക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് കൊടുത്തു. അതൊക്കെ കഴിച്ച് പിന്നെ അവർ തന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഫേസൊക്കെ കഴുകി മൂത്രമൊക്കെ ഒഴിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും സമയം കറക്റ്റാണ് കേട്ടോ. ഒരുപാട് നേരമൊന്നും ഞാനവിടെ നിന്നില്ല. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ നമ്മൾ പൊന്നുവിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാണ്ട് പൊന്നുവിന് വേണ്ടിയിട്ട്. അതേപോലെ പൊന്നു പറഞ്ഞു നീ എനിക്ക് എടുത്തായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീഡിയോ എടുത്തിരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്താലാണ് ഇതിൻ്റെ ഫുള്ള് ഞങ്ങൾക്ക് കിട്ടാൻ. ഷോർട്ട് വീഡിയോയിലാണെങ്കിൽ ഫുള്ളും കാണാം കേട്ടോ. അപ്പോൾ ഒരു പച്ച കളർ മിഡും ഈ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ കൊടുത്തത്. എനിക്ക് ഭയങ്കര ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു മിഡി ടോപ്പ് ഉണ്ട്. അതങ്ങോട്ട് നടന്നു. എപ്പോഴും നമ്മളിങ്ങനൊരു സാഹചര്യം കിട്ടുമ്പോൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇടാൻ ചാൻസ് കിട്ടിയാൽ അപ്പോൾ 18 ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 15 വയസ്സ് കല്യാണം കഴിഞ്ഞാൽ എന്നും സാരി ഉടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. മോഡൽ ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിച്ചതിന്. ഇപ്പോൾ ഉണ്ണിക്ക് കുഴപ്പമില്ലെങ്കിൽ ഉണ്ണി ഇട്ടോ എന്ന് പറയട്ടെ കേട്ടെ. അപ്പോൾ ഈ കുട്ടികൾ അവർ പോണതിൻ്റെ സന്തോഷത്തിൽ അച്ഛനും അമ്മയും എടുക്കേണ്ടതായി കാർത്തൂന് കൂളിംഗ് ഗ്ലാസ്. പ്രശ്നം എന്താ വെച്ചാൽ കുണുക്കിനെയും കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നൊക്കെ നാശമായി. ഇവർക്ക് മേടിക്കുമ്പോൾ 3 ആൾക്ക് ഒരുമിച്ചടിക്കും. പക്ഷെ അവരുടെ എങ്ങനെയോ നാശമാവുക എന്തോ ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് കാർത്തൂൻ്റെയും കൂളിംഗ് ഗ്ലാസ് ആണ്. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ കുണിക്കുമ്പോഴും കിണിക്കിണിക്കിനി കണ്ടിരിക്കണമെങ്കിൽ പിണങ്ങിയിട്ടിരിക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടി പിന്നെ കിണിക്കിനീന്ന് കണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നമുക്ക് അടുത്ത എയർപോർട്ടിൽ നിന്ന് ഇതിനും അടിപൊളി കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിക്കാൻ അങ്ങനെ സമാധാനത്തിൽ ഇരുത്തിക്കണം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോകണം സന്തോഷം നോക്കി. അപ്പോൾ ഇൻഡിക്കോയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ബസ്സിൽ ഞങ്ങൾ കയറി. ബസ് കയറിയിട്ട് അങ്ങനെ റൗണ്ടിൽ കൊണ്ടിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറിയിട്ട്. അപ്പോൾ നമ്മൾ ആ ബസ്സൊക്കെ കയറിയിട്ട് ഭയങ്കര കുണുക്കലൊക്കെ എന്താ പറയുക, കുണുക്കലൊക്കെ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പൊന്നിനൊക്കെയല്ല അന്ന് പോയതിൻ്റെ ഒരു, അതിന് ശേഷം പൊന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്ന് പോയതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ കുണുക്കിക്കുക ഫ്ലൈറ്റൊക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അത് അവരുടെ ഒരു സന്തോഷം ഞങ്ങൾക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറയുന്നുണ്ട് അവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ. എന്നാലും അതൊക്കെ ദൈവം അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണമുണ്ടല്ലോ, അതെന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അവരങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു, അത് എങ്ങനെയൊക്കെയോ ധാരയുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി. സത്യം പറയല ഫ്ലൈറ്റിലൊക്കെ കയറിയപ്പോൾ പിന്നെ എനിക്ക് തുടങ്ങിയിട്ട ടെൻഷൻ. ആദ്യം ഞങ്ങളുടെ യാത്രയിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എന്നോട് ചോദിച്ചു വിഷമമുണ്ടോ അതിനായിട്ട് ചോദിക്കും. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇനി ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. വിഷമവും കാരണം വിഷമിച്ചിങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്കെന്തോ ഭയങ്കര ടെൻഷനായി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മളെന്നാ വിമാനാപകടം ഉണ്ടായിരുന്നു, അത് നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടതിന് പക്ഷേ എനിക്ക് പിന്നെ ടെൻഷൻ. പിന്നെ ഇങ്ങനെ ഫ്രഷ് എയർ ഇതാക്കുന്നതാണ് അത്രേ എ സിയിലുള്ളിൽ ആ ഒരു പുക വരുന്ന കാര്യങ്ങളൊക്കെ എ സിയുടെ. അപ്പോൾ ഞാൻ അന്നേട്ടോ അതെന്താ അന്നേട്ടോ എ സി ഒക്കെ ഫ്ലൈറ്റൊക്കെ പുകയാണ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു പുകയ്ക്കുന്ന കാരണം എന്തെങ്കിൽ മഴയുടെ എന്തിനാണല്ലോ ഭയങ്കര പുക എന്നുണ്ടോ. ഇപ്പോൾ കുറച്ച് നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടോ, പക്ഷെ ഭയങ്കര ഒരു പുകയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ആ സമയത്താണ് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ കണ്ടു തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ അത് ഈ കുണിക്കാണ് ഞങ്ങളുടെ അടുത്തേക്കാണ് മൂന്ന് സീറ്റ്. അപ്പോൾ അവിടെ പൊന്നിൻ്റെ ഷെബീൻ്റെ അടുത്ത് കുണുക്കായിരുന്നു കേട്ടോ. 3 ഫ്ലൈറ്റ് ആകുമ്പോൾ കുണുക്കാൻ അവരുടെ അടുത്ത് നിന്ന് ലാസ്റ്റ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിക്ക് എത്തുന്നതോട് കൂടിയിട്ട് കുണുക്കാൻ ഞങ്ങളുടെ അടുത്തായിരുന്നു. ലാസ്റ്റത്തെ ബാക്കിയുള്ളതൊക്കെ കുണിക്കുമ്പോളായിരുന്നു. കുണിക്കുമ്പോൾ എപ്പോഴും ഞാൻ എന്നിട്ടും കിണി പറഞ്ഞു കേട്ടോ കുണുക്കനെ ഇരുന്നോന്നിട്ട് ഇരിച്ചതിന് ശേഷം പിന്നെ ഫ്ലൈറ്റ് എടുക്കുന്ന നേരത്തേക്ക് അമ്മയുടെ അടുത്ത് പോകാന്നുള്ള വാശി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഫ്ലൈറ്റ് എടുത്തപ്പോൾ കിടുകിടുന്നുള്ള ശബ്ദം കേട്ടപ്പോൾ എനിക്ക് പേടി. കുണിക്കുമ്പോൾക്കൊന്നും പേടിയിലേക്ക് അവസ്ഥയ്ക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള എനിക്കങ്ങോട്ട് കടടാന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള കുലുക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടാണ്. എൻ്റെ ഫേസ് കണ്ടിട്ടാന്നുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അതിനായിട്ട് ചെറുകിയ എന്തിനാ പേടിക്കുന്നത്. പിന്നെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് വന്നപ്പോഴൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എവിടുന്നോ വരുമ്പോൾ കയറിയ ഫ്ലൈറ്റിൽ ഭയങ്കര മേഘങ്ങളുടെ ഉള്ളിലൊക്കെ തൊട്ട് ഭയങ്കര, പിന്നെ അരമണിക്കൂറിനുള്ളിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കാലാവസ്ഥ മോശമായിട്ട് കുറച്ച് നേരം കിടന്ന് കറങ്ങിട്ട് വന്നു കേട്ടോ. അപ്പോഴൊക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും ഓളി ബഹളമൊക്കെ പേടിച്ച് എല്ലാവരുടെ മനസ്സിലും ഈ ഒരു അപകടം നടന്നാൽ എല്ലാവർക്കും ടെൻഷൻ. ഞങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴാണ് മനസ്സിലായിട്ടാണ്. അപ്പോൾ അവർ ഓടിയിടുമ്പോൾ എനിക്ക് ടെൻഷൻ. പിന്നെ ലൈറ്റ് ഓഫ് ആവുക ഇടാം അങ്ങനെയൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ തീർന്ന് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഫ്ലൈറ്റ് പൊന്തുന്ന നേരത്തുള്ളതാട്ടോ. ഓൾറെഡി എനിക്കിങ്ങനെ ചെവി ഇങ്ങനെ തുറക്കടയ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അനങ്ങോണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് കുണിക്കീൻ്റെ ഒരു കൈ കൊണ്ട് മുറുക്ക പിടിച്ചിട്ട് കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യം ഫ്ലൈറ്റ് ഓൾറെഡി മുന്നേ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ വർഷമായിട്ട് നമ്മളതൊക്കെ മറന്നില്ലേ. അങ്ങനെ ഞങ്ങൾ ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. ബാംഗ്ലൂർ എയർപോർട്ടാണ്. അവിടെ എത്തി അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടി നടക്കുന്ന വീഡിയോ ആണ്. അടുത്ത ഫ്ലൈറ്റ് കയറാം. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ 2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ വെയിറ്റിങ് കാരണമൊക്കെ നമ്മുടെ ബോഡി മാസും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സമയമൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഫ്ലൈറ്റ് കയറാൻ ഒഴിവുകൊണ്ട് കിടക്കാതെ ഈ ഉണ്ണോളേനും കൊണ്ടുപോകണ കാരണേ കാർത്തുവാണെങ്കിൽ ഒരാളിലൊക്കത്ത് കയറിയിട്ടില്ല. ഫുള്ളും പൊന്നിൻ്റെ ഒക്കത്തിൻ്റെ ഭയങ്കര വാശിക്കരിയായിരുന്നു കാർത്തു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര ശീലക്കേട് കാരണമൊക്കെ ആരുടെ അടുത്തേക്കൊന്നും പോവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ അടുത്ത ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന കുണുക്കിന് പിന്നെ ഞാൻ ഇങ്ങനെ കുണുക്കൻ കരയുന്നൊക്കെ വിചാരിച്ചിട്ട് കുണുക്കിന് ഭയങ്കര പേടിയായിരുന്നു ഫ്ലൈറ്റ് കയറാൻ പോകുന്ന പറഞ്ഞപ്പോൾ. പക്ഷേ കുണുക്കിന് ഒരു ശരി കുണുക്ക് ഭയങ്കര രസം ഫുള്ള് എൻജോയ് ചെയ്തവൻ ആ എയർപോർട്ട് യാത്ര ഫ്ലൈറ്റിലുള്ള യാത്ര ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം റിട്ടേൺ വരുന്നൊരു ദിവസത്തെ രാവിലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി രാവിലെ ചെക്ക് ഔട്ട് ചെയ്ത് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ടാക്സിക്ക് വേണ്ടി കയറ്റി. അങ്ങനെ വീണ്ടും നമ്മൾ റിട്ടേൺ വരുന്ന ഫ്ലൈറ്റിലൊക്കെ കയറി ഒരുപാട് ടെൻഷനുണ്ട്. കാരണം നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
നമ്മൾ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കണം. നമ്മൾ കിട്ടിയ ലൈഫിൽ കിട്ടിയ ആദ്യത്തെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ദുഃഖിച്ചിട്ട് ആ ഒരു എൻജോയ്മെൻറ്റ് കളയരുതല്ലോ. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഫേസ് ഉണ്ടെന്ന് അറിയട്ടെ ഭയങ്കര ടെൻഷനിലാണ്. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നതിന് വേണ്ടി ഞാൻ എന്നിട്ട് സമയമായിട്ടുണ്ടാവില്ല. എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ എത്ര സമയത്ത് എത്തും എല്ലാം അതൊക്കെ ഓരോ സമയങ്ങളെത്തും. നമ്മൾ ഒരു ബിസിനസ് ആകുമ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കില്ല. അപ്പോൾ ഒരുപാട് കല്ലടക്കണ്ട. അപ്പോൾ ഞാൻ എന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സെൽഫി കൊടുത്ത് തന്നെ ഞാനൊരു കൂളാക്കിക്കൊണ്ട് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേ വരുമ്പോൾ നമ്മുടെ കുണുക്കം പോകാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് കണ്ട. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ എയർപോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഗോവയിൽ 4 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്ര